7ാമത്തെ ഇടിയപ്പം കഴിഞ്ഞ് 8ാമത്തിലേക്ക് കടക്കാൻ പോവാണ്. എന്നോട് പറയുന്നത് ഇഡലി തീർന്നു പോയി നിങ്ങൾ ഈ 10 എണ്ണം വന്ന് കഴിച്ചിട്ട്. അതൊക്കെ ഇരിക്കട്ടെ, നമുക്ക് നാടക മത്സരത്തിലേക്ക് പോകട്ടെ. ഈ നാടകം എന്ന് പറയുന്നത് അസാധാരണമായ ഓരോ കാര്യങ്ങളും പരീക്ഷിക്കുന്ന ഒരു കേന്ദ്രം കൂടിയാണ്. ആ വാക്കൊന്നില്ല. അതായത് ഒരുപാട് പരീക്ഷണങ്ങൾ, നൂതനമായ പരീക്ഷണങ്ങൾ നടക്കുന്നത്. ഇന്നലെ പാലക്കാട് GVHSS കുട്ടികളെ ഒരു കിടില പരീക്ഷണം നടത്തി. അതൊരു 1.5 പരീക്ഷണമായിരുന്നു കേട്ടോ. ആ പരീക്ഷണം എന്താണെന്നല്ലേ നോക്കാം. പതിവ് പോലെ നാടകവേദി നിറഞ്ഞു കവിഞ്ഞു. പുറത്ത് ടാഗോർ തിയേറ്ററിന്റെ ആളൊഴിഞ്ഞ മൂലയിൽ ഒരു മഹീന്ദ്ര ജീപ്പ് മൗനിയായി കിടക്കുന്നു. അപൂർവമായി ജീപ്പിനെ കണ്ടവർ കൗതുകത്തോടെ നോക്കി. അപ്രതീക്ഷിതമായിരുന്നു 4ാമതായി വേദിയിലെത്തിയ കയം എന്ന നാടകത്തിലേക്കുള്ള ജീപ്പിന്റെ രംഗപ്രവേശനം. നായകഭാവത്തിൽ ജീപ്പും കേന്ദ്ര കഥാപാത്രം പീറ്ററും. ജീപ്പ് പിന്നെ കഥയിലെ വില്ലൻ ജോയിയുടെ വർക്ക്ഷോപ്പായി. പീറ്ററിന്റെ ക്ലാസ് മുറിയായി. പീറ്ററിന്റെയും കൂട്ടുകാരി വിനീതയുടെയും പ്രണയത്തിന് വേദിയായി. ജീപ്പ് കൊണ്ടുണ്ടാക്കിയ കയത്തിൽ നിന്ന് പീറ്റർ ഒരാമ്പൽപ്പൂവ് പറിച്ച് വിനീതയ്ക്ക് നൽകി. ഈ നാടകത്തിന്റെ കണ്ടന്റിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടന്റ് ക്യാരക്ടറാണ് ഈ ജീപ്പ്. ജീപ്പാണ് ഇതിന്റെ ഒരു സിനോഗ്രാഫിക്കൽ മെറ്റീരിയൽ. ജീവിതത്തിലുണ്ടായ അനീതികളോട് പ്രതികരിക്കാൻ പീറ്റർ തിരഞ്ഞെടുത്ത തീവ്ര രാഷ്ട്രീയവും അത് അവന്റെ പ്രണയത്തിലുണ്ടാക്കുന്ന വഴിത്തിരിവുമാണ് കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മളായിട്ടൊരു വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഏജ് ചിലപ്പോൾ ഈ വിഷയങ്ങളൊക്കെ കുറച്ചുകൂടി തീവ്രമായിട്ട് സംസാരിക്കാൻ നമുക്ക് പറ്റുമായിരിക്കും. അപ്പോൾ അതിൻ്റെ പേരിൽ 2 അടി കൊള്ളാൻ തയ്യാറാണ് നമ്മൾ. പക്ഷെ നമ്മളത് കുറച്ചുകൂടി കുട്ടികളായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു കലോത്സവമാണല്ലോ. അപ്പോൾ നമുക്ക് അവിടെ ഡ്യൂട്ടി ഇവരെ ട്രെയിൻ ചെയ്യിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ കുട്ടികൾ ഈ വിഷയങ്ങളെ അല്ലെങ്കിൽ ഒരു +2 തലത്തിലുള്ള അല്ലെങ്കിൽ ഇനി വോട്ട് ചെയ്യാൻ പോകുന്ന പൗരന്മാരായിട്ടുള്ള ആളുകൾ ഈ വിഷയത്തിനെ എങ്ങനെ കാണുന്നു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവരിലേക്ക് ഈ വിഷയമായിട്ട് ചെല്ലുന്നത്. പ്രോപ്പർട്ടിയുടെ ഉപയോഗം ഞാൻ ഞെട്ടിപ്പിച്ച് കളഞ്ഞു. കാരണം ഒരേ സാധനം തന്നെ പല ആവശ്യങ്ങളിൽ ഡിസ്ട്രിക്ട് കളക്ടറുടെ ഓഫീസ് വാഹനം ഒരേ ജീപ്പ് തന്നെ 2 എണ്ണം ആകുന്നു. അതിൻ്റെ മൂവ്മെൻറ്റ്സ്, മറ്റേ ഒരു വർക്ക്ഷോപ്പിലെ മെഷീനറി, ടൂൾസ്, ഡയലോഗ് ഡെലിവറി, മൂവ്മെൻറ്റ്സ്, സ്റ്റേജിന്റെ സാധ്യതകൾ പരമാവധി അതിനകത്ത് ഉപയോഗിക്കും. ക്ലൈമാക്സിൽ ചൂഷകരോട് പ്രതികാരം ചെയ്യാനുള്ള അയ്യങ്കാളിപ്പടയുടെ പടപ്പുറപ്പാടിൽ ജീപ്പ് അതിന്റെ രൗദ്രഭാവം പുറത്തെടുത്തു. കയം എന്ന നാടകം പറഞ്ഞത് പ്രണയത്തിന്റെയും കലാപത്തിന്റെയും കഥയായിരുന്നു. വിശപ്പടങ്ങാത്തവരുടെ പടയുടെ കഥയായിരുന്നു. ടാഗോർ തിയേറ്ററിലെ കട്ടക്കയത്തു നിന്നും ടീം കയത്തിനും S അനോഷിനുമൊപ്പം മുഹമ്മദ് ആഷിഖ്, മീഡിയ 1, തിരുവനന്തപുരം.